Exercise 9.1 sixth question. A 1.5 meter tall boy is standing at some distance from a 30 meter tall building. The angle of elevation from his eyes to the top of the building increases 30 degree to 60 degree as he walks towards the building. Find the distance he walked towards the building. അപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യനില് 1.5 മീറ്റർ ടാൾ ബോയ് എന്നാണ് പറയുന്നത്. അപ്പൊ തന്നെ 1.5 മീറ്റർ ടാൾ ബോയ്, ആ ബോയിയുടെ ഹൈറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ലൈൻ വരച്ചു. ഇവിടെ ഒബ്സർവർ ബോയ് ആണ്. ആ ബോയിയുടെ ഹൈറ്റ് ഈസ് 1.5 മീറ്റർ. ആ ബോയ് നിൽക്കുന്ന ഗ്രൗണ്ട് ലെവൽ ഒരു ലൈൻ വരച്ചു. സ്റ്റാൻഡിങ് അറ്റ് സം ഡിസ്റ്റൻസ് ഫ്രം എ 30 മീറ്റർ ഹൈ ബിൽഡിംഗ്. അപ്പോ ഇവിടെ ദൂരെ മാറി ഒരു 30 മീറ്റർ ഹൈറ്റ് ഉള്ള ബിൽഡിംഗ് ഉണ്ട്. 30 മീറ്റർ ഹൈറ്റ് ബിൽഡിംഗ്. ഈ ഒബ്സർവർ ഈ പോയിന്റിൽ നിന്നും ടുവേർഡ്സ് ബിൽഡിംഗ് നടന്നു പോവുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഈ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് നോക്കുമ്പോഴുള്ള ആംഗിൾ അല്ല, ഇത്തിരി കൂടി ഇങ്ങോട്ട് നടന്നതിന് ശേഷം ഈ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് നോക്കുമ്പോഴുള്ള ആംഗിൾ. അയാളുടെ ഒബ്സർവറിന്റെ ഫസ്റ്റ് സൈറ്റ് ഇങ്ങനെയാണ്. ഇവിടെ ഈ ഹൈറ്റ് 1.5 ആണെങ്കിൽ ഇതും 1.5 ആയിരിക്കും. ഈ ഒരു പോയിന്റിൽ നിൽക്കുമ്പോൾ ഒബ്സർവറിന്റെ ഫസ്റ്റ് സൈറ്റ് ആണിത്. ഇനി ഈ ബിൽഡിങ്ങിന്റെ ടോപ്പ് ഒബ്സർവറിനെ കാണണമെങ്കിൽ ഈ ഒരു സൈറ്റിൽ നിന്നും ഇത്രയും ഇങ്ങനെ തല ഉയർത്തി ഇങ്ങനെ നോക്കിയാലേ ഈ ബിൽഡിങ്ങിന്റെ ടോപ്പ് കാണാൻ കഴിയും. അതായത് ഫസ്റ്റ് സൈറ്റിൽ നിന്നും ഇങ്ങനെ നോക്കിയാൽ ഈ ബിൽഡിങ്ങിന്റെ ടോപ്പ് കാണാം. ആ ആംഗിൾ ഇവിടെ 30 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ 30 ഡിഗ്രി ആണ്. അതിനുശേഷം കുറച്ചുകൂടി ബിൽഡിങ്ങിന്റെ സൈഡിലേക്ക് നടക്കുന്നു. അപ്പോ സെക്കൻഡ് പൊസിഷൻ നമുക്ക് ഇതാണെന്ന് അസ്യൂം ചെയ്താൽ ഇതാണ് അയാളുടെ സെക്കൻഡ് പൊസിഷൻ. ഈ പൊസിഷനിലും ഫസ്റ്റ് സൈറ്റ് ഇങ്ങനെയാണ്. അതിനുശേഷം ബിൽഡിങ്ങിന്റെ ഈ ടോപ്പ് കാണണമെങ്കിൽ ഇങ്ങനെ നോക്കുന്ന ആൾ ഇങ്ങനെ തല ചരിച്ച് മുകളിലേക്ക് നോക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴുണ്ടാകുന്ന ഈ ഒരു ആംഗിൾ ഇതാണ് 60 ഡിഗ്രി. അപ്പൊ ഇവിടെ ഈ ഒരു ബിൽഡിംഗ് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് നോക്കാം. 1.5 മീറ്റർ ടാൾ ബോയ്, 1.5 മീറ്റർ ആയ ഒബ്സർവർ സ്റ്റാൻഡിംഗ് അറ്റ് സം ഡിസ്റ്റൻസ് ഫ്രം എ 30 മീറ്റർ ടാൾ ബിൽഡിംഗ്, 30 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ബിൽഡിംഗിന്റെ ഫുട്ടിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസിൽ ഒരു ഒബ്സർവർ നിൽക്കുന്നു. ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഫ്രം ഹിസ് ഐസ് ടു ദ ടോപ്പ് ഓഫ് ദ ബിൽഡിംഗ്. ഈ ഒബ്സർവറിന്റെ ആംഗിൾ ഓഫ് എലിവേഷൻ ടു ദ ടോപ്പ് ഓഫ് ദ ബിൽഡിംഗ് ചേഞ്ചസ് 30 to 60 ഡിഗ്രി ആസ് ഹി വാക്സ് ടുവേർഡ്സ് ദ ബിൽഡിംഗ്. ഈ ഫസ്റ്റ് പൊസിഷനിൽ നിന്ന് ബിൽഡിംഗിന്റെ സൈഡിലേക്ക് നടക്കുമ്പോൾ ആദ്യത്തെ പൊസിഷനിൽ നിന്ന് ഇത്രയും ചരിഞ്ഞു നോക്കിയാൽ മുകൾ വശം കാണാമായിരുന്നുവെങ്കിൽ കുറച്ചുകൂടി അടുത്തേക്ക് പോകുമ്പോൾ ആ ഒരു ആംഗിളിൽ നോക്കിയാൽ ഏകദേശം ഇവിടെ വരെ കാണാൻ കഴിയൂ. അപ്പോ ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് പോകുന്തോറും തല കുറച്ചുകൂടി മുകളിലേക്ക് ഉയർത്തി നോക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് പൊസിഷനിലെത്തി ഫസ്റ്റ് സൈറ്റിൽ നിന്നും ഇത്രയും ചരിഞ്ഞു നോക്കിയാലേ ബിൽഡിങ്ങിന്റെ ടോപ്പ് കാണാൻ കഴിയുന്നുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആംഗിൾ ഓഫ് എലിവേഷൻ ഇൻക്രീസസ് 30 ഡിഗ്രി ടു 60 ഡിഗ്രി ആസ് ഹി വാക്സ് ടുവേർഡ്സ് ദ ബിൽഡിംഗ്. ഇവിടെ നിന്ന് ഫസ്റ്റ് പൊസിഷനിൽ നിന്ന് സെക്കൻഡ് പൊസിഷനിലേക്ക് ബിൽഡിംഗിന്റെ സൈഡിലേക്ക് നടക്കുമ്പോൾ സെക്കൻഡ് പൊസിഷനില് ആംഗിൾ ഓഫ് എലിവേഷൻ 30ൽ നിന്ന് 60 ആയി ഇൻക്രീസ് ആകുന്നു. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഹി വാക്ക് ടുവേർഡ്സ് ദ ബിൽഡിംഗ്. ഫസ്റ്റ് പൊസിഷനിൽ നിന്ന് ബിൽഡിംഗിന്റെ സൈഡിലേക്ക് എത്ര ദൂരം നടന്നു, ഫസ്റ്റ് പൊസിഷനിൽ നിന്ന് സെക്കൻഡ് പൊസിഷൻ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാൻ. ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ എ, ബി, സി ആൻഡ് ഡി രണ്ട് ട്രയാങ്കിൾ ഉണ്ട്. ഒന്ന് എ സി ഡി എന്ന വലിയ റൈറ്റ് ട്രയാങ്കിൾ, മറ്റൊന്ന് ബി സി ഡി എന്ന ചെറിയ റൈറ്റ് ട്രയാങ്കിൾ. രണ്ടിലും 30യും 60യുമായി ആംഗിൾസും ഉണ്ട്. ഇത് 90 ഡിഗ്രി ആണ്. ഇവിടെയുള്ള ടോട്ടൽ ലെങ്ത് ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് 30 ആണ്. അങ്ങനെയാണെങ്കിൽ ഡി സിയുടെ ഹൈറ്റ് 30ൽ നിന്ന് 1.5 മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് അവിടെ ഇങ്ങനെ എഴുതി വെക്കാം. ഡി സി ഇസ് ഈക്വൽ ടു 30 മൈനസ് 1.5 വിച്ച് ഈസ് 28.5 മീറ്റർ. ഇനി നമുക്ക് ഫസ്റ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. കൺസിഡറിംഗ് റൈറ്റ് ട്രയാങ്കിൾ എ സി ഡി. എ സി ഡി. അപ്പൊ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. ഈ ഡിസ്റ്റൻസും എ ബി എന്ന ഈ ഡിസ്റ്റൻസും സെയിം ആണ്. ബിക്കോസ് ഇത് രണ്ടും പാരലൽ ലൈൻസ് ആയതുകൊണ്ടും ഇവിടെ 90 ഡിഗ്രി ആയതുകൊണ്ടും
ഈ രണ്ട് ലെങ്തും ഈക്വൽ ആയതുകൊണ്ടും ഇതിന്റെ രണ്ടിന്റെയും ലെങ്തും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലെങ്ത് കണ്ടുപിടിക്കാൻ എ തൊട്ട് സി വരെയുള്ള ലെങ്ത് കണ്ടുപിടിച്ചിട്ട് ബി ടു സി, ബി സിയുടെ ലെങ്ത് മൈനസ് ചെയ്താൽ മതിയാകും. അപ്പോ എ ബി എന്ന് പറയുന്നത് എ സി മൈനസ് ബി സി ആണ്. അങ്ങനെയാണെങ്കിൽ എ സി കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ട്രയാങ്കിൾ എ സി ഡി കൺസിഡർ ചെയ്തത്. എ സി ഡി കൺസിഡർ ചെയ്ത് ഡി സി എന്ന 28.5 മീറ്റർ ലെങ്ത് ഉപയോഗിച്ച് എ സിയുടെ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ അതിനുവേണ്ടി എ സി ഡി എന്ന ട്രയാങ്കിളിന്റെ 30 ഡിഗ്രി അക്യൂട്ട് ആംഗിളും ഓപ്പോസിറ്റ് സൈഡ് 28.5 കൂടി കൺസിഡർ ചെയ്താൽ 30യുടെ ഓപ്പോസിറ്റ് സൈഡും 30യുടെ അഡ്ജസന്റ് സൈഡും കൂടി ചേർന്നുള്ള റേഷ്യോ നമുക്ക് എഴുതാം. ടാൻ 30 is equal to 30യുടെ ഓപ്പോസിറ്റ് സൈഡ് വിച്ച് ഈസ് ഡി സി divided by 30യുടെ adjacent side which is AC. tan 30യുടെ വാല്യൂ നമുക്കറിയാം which is 1/√3 is equal to DC യുടെ വാല്യൂ നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് which is 28.5 divided by AC യുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. AC into 1 which is AC is equal to 28.5√3. അടുത്ത റൈറ്റ് ട്രയാങ്കിൾ നമുക്ക് കൺസിഡർ ചെയ്യാം BCD to find out the length of BC. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, considering റൈറ്റ് ട്രയാങ്കിൾ ബി സി ഡി. അവിടെ 60 ഡിഗ്രി ആംഗിളിന്റെ അഡ്ജസന്റ് സൈഡ് ആണ് ബി സി, 60യുടെ ഓപ്പോസിറ്റ് സൈഡ് ആണ് ഡി സി. അവിടെയും നമുക്ക് ടാൻ എഴുതാം. ടാൻ 60 is equal to ഓപ്പോസിറ്റ് സൈഡ് ഡി സി ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് വിച്ച് ഈസ് ബി സി. ടാൻയുടെ വാല്യൂ നമുക്കറിയാം √3 is equal to ഡി സിയുടെ ലെങ്ത് 28.5 ഡിവൈഡഡ് ബൈ ബി സി. ഇവിടെ ഒരു ഡിനോമിനേറ്റർ 1 കൺസിഡർ ചെയ്താൽ ബി സി ഇൻറ്റു √3 ഈസ് ഈക്വൽ ടു 28.5 ഇൻറ്റു 1 വിച്ച് ഈസ് 28.5. അങ്ങനെയാണെങ്കിൽ ബി സി ഈസ് ഈക്വൽ ടു 28.5 ഡിവൈഡഡ് ബൈ √3. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള ലെങ്ത് എ ബി ആണ്. എ ബി ഈസ് ഈക്വൽ ടു എ സി മൈനസ് ബി സി ഈസ് ഈക്വൽ ടു 28.5 √3 മൈനസ് 28.5 ഡിവൈഡഡ് ബൈ √3. ഇവിടെ ഒരു ഡിനോമിനേറ്റർ കൺസിഡർ ചെയ്യാം. 1 is equal to 1 into √3 which is √3 upon √3 into √3 3 ആണ്. 28.5 into 3 minus 28.5. 28.5 into 3 which is 85.5 minus 28.5 divided by √3 is equal to മൈനസ് ചെയ്താൽ 57 എന്ന ആൻസർ കിട്ടും. ഡിവൈഡഡ് ബൈ √3. √3 ആണ് ഡിനോമിനേറ്റർ. അതിനെ എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 57 into √3 ഡിവൈഡഡ് ബൈ √3 into √3 3 ആണ്. ഇവിടെ 57ഉം 3ഉം കൂടി ഡിവൈഡ് ചെയ്യാം. 57നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 19 into √3 19√3 മീറ്റർ. അതായത് ആ ഒബ്സർവർ ആ 1.5 മീറ്റർ ടാൾ പോയി ഫസ്റ്റ് പൊസിഷനിൽ നിന്നും 19√3 മീറ്റർ ടുവേർഡ്സ് ബിൽഡിംഗ് വാക്ക് ചെയ്തു. അപ്പൊ നമുക്ക് ഫൈനൽ ആൻസറിൽ ഇങ്ങനെ എഴുതി വെക്കാം, ഡിസ്റ്റൻസ് ഹി വാക്ക് ടുവേർഡ്സ് ദ ബിൽഡിംഗ് ഈസ് ഈക്വൽ ടു 19√3 മീറ്റർ. സെവൻത് ക്വസ്റ്റ്യൻ, ഫ്രം എ പോയിന്റ് ഓൺ ദ ഗ്രൗണ്ട് ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ബോട്ടം ആൻഡ് ടോപ്പ് ഓഫ് എ ട്രാൻസ്മിഷൻ ടവർ fixed at the top of a 20 meter high building are 45 degree and 60 degree respectively. Find the height of the tower. Question full വായിച്ചു നോക്കി മനസ്സിലായതിനു ശേഷമേ ഫിഗർ സ്റ്റാർട്ട് ചെയ്യാവൂ. നമ്മൾ വരയ്ക്കുന്ന ഫിഗർ കറക്റ്റ് ആണെങ്കിൽ ആൻസർ ഒരിക്കലും തെറ്റാൻ ചാൻസ് ഇല്ല. ഫിഗർ തെറ്റാണെങ്കിൽ ഷുവർ ആയിട്ടും ആൻസർ തെറ്റുകയും ചെയ്യും. അപ്പോ ശരിക്കും ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക. The bottom and top of a transmission tower fixed at the top of a 20 meter high building. അതായത് നമുക്കറിയാം വലിയ ബിൽഡിങ്ങിന്റെ ഒക്കെ മുകളില് മൊബൈലിന്റെ ട്രാൻസ്മിഷൻ ടവറുകളെ സിഗ്നലിന് വേണ്ടിയിട്ട് ഫിക്സ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു 20 മീറ്റർ ഹൈറ്റിലുള്ള ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിന്റെ മുകളിലാണ് ഒരു ട്രാൻസ്മിഷൻ ടവർ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോ ഇത് 20 മീറ്റർ ഹൈറ്റ് ബിൽഡിംഗ് ആണ്. ഈ ബിൽഡിംഗ് ഗ്രൗണ്ടുമായി ഉണ്ടാക്കുന്ന ഒരു ലൈൻ വരച്ചു. ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ്. ഇനി ഒരു ഒബ്സർവർ ഈ ട്രാൻസ്മിഷൻ ടവർ, ഇതാണ് ട്രാൻസ്മിഷൻ ടവർ, എ ബി എന്ന് പേര് കൊടുത്താൽ എ ബി ആണ് ട്രാൻസ്മിഷൻ ടവർ. ബി സി എന്ന് പറയുന്നതാണ് 20 മീറ്റർ ഹൈറ്റ് ഉള്ള ബിൽഡിംഗ്. ഇവിടെ നിൽക്കുന്ന ഒബ്സർവർ ഈ ട്രാൻസ്മിഷൻ ടവറിന്റെ ബോട്ടം ആൻഡ് ടോപ്പ്
ബോട്ടം ടോപ്പ് ഈ രണ്ട് പോയിന്റുകളിലേക്ക് 45 ആൻഡ് 60 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിലാണ് നോക്കുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും 45 എന്ന് പറയുമ്പോൾ ഇവിടെ നിൽക്കുന്ന ആള് ഇങ്ങനെ നോക്കിയാൽ ബോട്ടം സൈഡ് ആണ്. അത് മാത്രവുമല്ല, ബോട്ടം സൈഡ് ആണ് ആദ്യം ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇവിടെ നിന്ന് ബി എന്ന പോയിന്റിലേക്ക് ബോട്ടം സൈഡിലേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ ഓഫ് എലിവേഷൻ 45 ഡിഗ്രി ആണ്. ആൻഡ് ടോപ്പ് ഓഫ് ദ ട്രാൻസ്മിഷൻ ടവർ അറ്റ് 60 ഡിഗ്രി, അതായത് ഈ ടോപ്പ് പോയിന്റിലേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ 60 ഡിഗ്രി ആണ് ഈ ഒരു പോയിന്റിലേക്ക്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളിനെ നമുക്ക് 60 ഡിഗ്രി ആയി കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ടവർ, അതായത് എ ബിയുടെ ഹൈറ്റ് എത്ര. അപ്പോ ഇവിടെ രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട്. രണ്ട് ട്രയാങ്കിളില് ട്രാൻസ്മിഷൻ ടവറിന്റെ ഹൈറ്റ് ഉൾപ്പെടുന്ന എ ബി കൂടിയുണ്ട്. അതിനെ നമുക്ക് എക്സ് എന്ന് കൺസിഡർ ചെയ്താൽ ട്രാൻസ്മിഷൻ ടവറിന്റെ ഹൈറ്റ് എക്സ് ആണ്. ഇവിടെ ട്രയാങ്കിളിന് പേര് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യാം ഡി. അപ്പൊ ഇവിടെ രണ്ട് ട്രയാങ്കിൾസ് എ ഡി സിയും ആൻഡ് ബി ഡി സിയും. രണ്ട് ട്രയാങ്കിളും കൺസിഡർ ചെയ്ത് എ സിയിൽ നിന്ന് ബി സി എന്ന ഹൈറ്റ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എ ബിയുടെ ഹൈറ്റ് കിട്ടും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ട്രയാങ്കിൾ ബി ഡി സി കൺസിഡർ ചെയ്യാം. ബി ഡി സി കൺസിഡർ ചെയ്താൽ ഇത് 90, ഇത് 45. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും 45 ഡിഗ്രി ആയിരിക്കും. ബിൽഡിംഗിന്റെ ഹൈറ്റ് 20 ആണെങ്കിൽ ഡി സിയുടെയും ഹൈറ്റ് 25 ആയിരിക്കും. ബിക്കോസ് ഇത് ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ ആണ്. അപ്പൊ നമുക്ക് അതിനെ സ്റ്റെപ്പായി ഇങ്ങനെ എഴുതാം. കൺസിഡറിംഗ് ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ ബി ഡി സി. ബി ഡി സി എന്നത് ഐസോസെലസ് റൈറ്റ് ട്രയാങ്കിൾ ആണ്. Therefore, DC is equal to BC is equal to 20 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഡി സിയുടെ ലെങ്ത് 20 മീറ്റർ ആണ്. ഇനി നമുക്ക് എ ഡി സി എന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. കൺസിഡറിംഗ് റൈറ്റ് ട്രയാങ്കിൾ എ ഡി സി. എ ഡി സി എന്ന ട്രയാങ്കിളില് ഈ ആംഗിൾ 60 ഡിഗ്രി ആണ്. വലിയ ട്രയാങ്കിളിന്റെ ആംഗിൾ 60, അതിന്റെ അഡ്ജസ്റ്റന്റ് സൈഡ് 20 ആണ്. അതിൽ എ സി എന്ന ഹൈറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ എ സി എന്ന ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. 60യുടെ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസ്റ്റന്റ് സൈഡും കൂടെ ചേർന്ന് tan 60 is equal to AC divided by DC. tan 60യുടെ വാല്യൂ √3 is equal to AC divided by DC യുടെ വാല്യൂ 20 divided by 1 AC into 1 which is AC 20 into √3 20 √3 മീറ്റർ എന്ന് കിട്ടി. അപ്പോ എ സിയുടെ ഫുള്ള് ലെങ്ത് 20 √3 ആണ്. ബി സിയുടെ ലെങ്ത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് വിച്ച് ഈസ് 20 മീറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ ബിയുടെ ലെങ്ത് ഓർ എക്സ് is equal to AC minus BC which is equal to AC യുടെ ലെങ്ത് 20 √3 minus 20 is equal to 20 കോമൺ ആയി എടുത്താൽ √3 മൈനസ് 1 എന്ന് എഴുതാം. is equal to 20 ബ്രാക്കറ്റിനുള്ളില് √3യുടെ വാല്യൂ 1.73 മൈനസ് 1 which is equal to 20 into 1.73 minus 1 which is 0.73 is equal to മൾട്ടിപ്ലൈ ചെയ്യുന്നു 0, 6, 14. രണ്ട് ഡെസിമൽ ഇവിടെ പോയിന്റ് ചെയ്താൽ 14.60 മീറ്റർ എന്ന ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് ഫൈനൽ സ്റ്റെപ്പിൽ എഴുതി വെക്കാം. Therefore, the height of the tower is equal to 14.60 meter. ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രിയിലെ ക്വസ്റ്റ്യൻസ് വളരെ ക്ലിയർ ആയി നന്നായി വായിച്ചു നോക്കുക. അതിനുശേഷം വളരെ വൃത്തിയായി സ്കെയിലും പെൻസിലും ഉപയോഗിച്ചുകൊണ്ട് മാത്രം ഒരു റഫ് ഫിഗർ വരയ്ക്കുക. റഫ് ഫിഗർ ആണെങ്കിലും അത് വളരെ ഫെയർ ആയിട്ട് തന്നെ വരയ്ക്കണം. തന്നിരിക്കുന്ന മെഷർമെന്റ്സ് ഒക്കെ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതിനുശേഷം ആ പിക്ചറിൽ നോക്കി വേണം ബാക്കിയുള്ള കാൽക്കുലേഷൻസ് ചെയ്യാൻ. കാൽക്കുലേഷൻസ് ചെയ്യുമ്പോൾ 45, 30, 60 ആ ആംഗിൾസിന്റെ സൈൻ, കോസ്, ടാൻ ഈ 3 വാല്യൂസ് അത്യാവശ്യം അറിഞ്ഞിരിക്കുക തന്നെ ചെയ്യണം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുന്ന കാര്യം മറന്നുപോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ ക്ലാസ്സുകളും റെഗുലറായി അറ്റൻഡ് ചെയ്യുക.